നിർഘളമായ അഭിനയത്തിലൂടെ രാജ്യത്തിൻ്റെ മുടിചൂടാ മന്നനായി മാറിയ ആളാണ് ഭരത് മോഹൻലാൽ. നമുക്കറിയാം, അദ്ദേഹം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭാരതരത്നമാണ്. അതായത് ഒരു സിനിമ നടന് കിട്ടാവുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് സിനിമയുടെ ഭാരതരത്നമാണ് ഏതെന്ന് കിട്ടി കഴിഞ്ഞാൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡാണ്. അത് അടൂരിന് ശേഷം രണ്ട് മലയാളികളെ കേരളത്തിൽ നിന്ന് നേടിയിട്ടുള്ളൂ. അതൊന്ന് അടൂർ ഗോപാലകൃഷ്ണൻ, മോഹൻലാലുമാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ വേദിയിലുള്ള രാഷ്ട്രപതിയിൽ നിന്നും അവാർഡ് സ്വീകരിച്ചുകൊണ്ടുള്ള മോഹൻലാലിൻ്റെ അതിമനോഹരമായ ഇംഗ്ലീഷ് പറഞ്ഞു. എങ്കിലും ചില ഔചിത്യ ഭംഗങ്ങൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വീണപൂവിൽ കുമാരനാശൻ, നമ്മുടെ കേരളത്തിൻ്റെ മഹാകവിയായ കുമാരനാശാൻ്റെ വരികൾ ഉദ്ധരിച്ചപ്പോൾ അത് കുമാരനാശാൻ്റെ വരികളാണ് എന്ന് നമുക്കത് തീർച്ചപ്പെടുത്തുവാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ വരികളല്ല എന്നാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം നമ്മൾ വായിച്ചതിൽ നിന്നും അതല്ല. അപ്പോൾ അദ്ദേഹത്തിന് എഴുതി കൊടുത്തതിൽ എന്തോ അതിനകത്ത് പിശക് വന്നു എന്ന് അറിയാം. എങ്കിലും മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിനെ പോലുള്ള ഒരു വലിയ നടൻ, മലയാളത്തിൻ്റെ അഭിമാനമായി, രാജ്യത്തിൻ്റെ അഭിമാനമായി പത്മശ്രീ, പത്മഭൂഷൺ, ലെഫ്റ്റനൻ്റ് കേണൽ അദ്ദേഹത്തിന് നേടാൻ കഴിയാത്തതായിട്ട് ഒരു പദവികളുമില്ല. അദ്ദേഹത്തിൻ്റെ വാനപ്രസ്ഥത്തിലെ അഭിനയം മാത്രം മതി. ലോകത്ത് തന്നെ ഇതുപോലൊരു നടനുണ്ടോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശാരീരിക നടക്കുമ്പോൾ അദ്ദേഹം ഒരു ചരിവുണ്ട്. എങ്കിൽ പോലും അദ്ദേഹം അങ്ങനെ ചരിഞ്ഞു നടക്കുന്ന മനുഷ്യൻ ഈ മലയാള സിനിമയുടെ, ഇന്ത്യൻ സിനിമയുടെ അത്ഭുതമായി മാറിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ ഒരു അത്ഭുത മനുഷ്യന് ഇപ്പോൾ കേരള സർക്കാർ കൊടുത്ത ലാൽ സലാം എന്നുള്ള പരിപാടിക്ക് ബിഗ് സല്യൂട്ട്. അദ്ദേഹത്തെ ആദരിച്ചതിന് കേരള സർക്കാരിനും എൻ്റെ ബിഗ് സല്യൂട്ട്.